പ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ അറബിയിൽ കിതാബുകളിലുള്ളത്. അറബി കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. എന്നാൽ ശരി, ഇവർ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ അബൂജഹൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് എഴുതിയിട്ടില്ലേ? ഇവർ ചോദിക്കുന്നുണ്ട്, കാണിച്ചു തരാൻ പറ്റുമോ? എവിടെയാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? വിശ്വസിച്ചു എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദ്യം ഇങ്ങനെ കേട്ടാ വിചാരിക്കും ആരും പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ, ഇവിടെ ഒന്നും അബൂജഹലിന്റെ തർക്കം വന്നത് എങ്ങനെയാണ് മറക്കണ്ട കേട്ടോ. അവരങ്ങനെയൊക്കെ വിശ്വസിച്ചതുകൊണ്ടും കാര്യമല്ലാണ്. ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്ത ശിർക്ക് തന്നെയാണ്. അത് സ്ഥാപിക്കാനായി ഇതൊക്കെ പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്താ ഇവരുടെ തന്നെ ഒരു മാസിക കേട്ടോളൂ. ഏതാ മാസിക? സുന്നത്ത് മാസിക. സുന്നത്ത് മാസികയിൽ പറയുകയാണ്, ശ്രദ്ധിച്ചോ, മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും നമ്മോടവൻ സഹായം തേടും. അവന്റെ ബുദ്ധിമുട്ട് നാം അവന് നീക്കിക്കൊടുത്താൽ മുമ്പവന് ബാധിച്ച ബുദ്ധിമുട്ടിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ സത്യനിഷേധത്തിൽ തുടരുകയും ചെയ്യും. യൂനുസ് 12. ഇനി കേട്ടോ, യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത്. എന്തേ പറഞ്ഞത്? അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ എന്ത് ചെയ്യുന്നത്? അവ നിഷേധിക്കുന്നത്. ഏത്? അടിയിലത്തെ ആയത്ത് കേട്ടോ. നമ്മളിവിടെ ഓതി ആയത്തന്നെ തെളിവ് ഓതുന്നത് സുന്നത്ത് മാസിക. ചോദിക്കുക, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ജീവനം നൽകുന്നത് ആരാണെന്ന്. ഞാൻ ആയത്ത് യൂനുസ് 31 ആയത്താണ് ഇവിടെയും തെളിവിന് കൊടുത്തത്. എന്നിട്ട് പറയാണ്, ശ്രദ്ധിച്ചോ, ബഹുദൈവ വിശ്വാസികളും ദൈവനിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. ഒരു സത്യമുണ്ട്, അംഗീകരിക്കാത്ത സത്യം എന്നല്ല, അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താ? ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത്. നിലനിൽപ്പിനാവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവനാണെന്നവർക്ക് നന്നായി അറിയാം. നന്നായി അറിയാം. ആരാ പറയുന്നത്? സുന്നത്ത് മാസികയിലാ പറയുന്നത്. കണ്ടോ, സുന്നത്ത് മാസിക അബൂജഹലിന്റെ മൗലൂദോദിനുണ്ടോ? അബൂജഹലിന്റെ മൗലൂദോദാ സുന്നത്ത് മാസിക. നന്നായി അറിയാം. ഇനി കേട്ടോ, വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന പുസ്തകത്തിൽ അവതാരിക എഴുതിയതാരാണ്? മാളിയേക്കൽ സുലൈമാൻ സഖാഫി. മാളിയേക്കൽ സുലൈമാൻ അവതാരിക എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ, മക്കാ മുശ്രിക്കുകളെ കുറിച്ച് എന്താ പറഞ്ഞത്? വിശ്വസിച്ചൂനോ വിശ്വസിക്കൂലാനോ? ശ്രദ്ധിച്ചോ, മലയാളത്തിലാണ്, ശ്രദ്ധിച്ചോളൂ. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ? ചോദ്യം. വിശ്വസിച്ചിരുന്നു. കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അള്ളാഹുവിലേക്ക് എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു. അപ്പൊ എന്തായി? അള്ളാഹുവിൽ വിശ്വസിച്ചു. ഇതൊക്കെ ഏതാ അള്ളാന്നും കൂടി ഇവർ പറയണട്ടോ. അവിടേക്കൊക്കെ ഞാൻ എത്തരുന്നുണ്ട്. ഇവർക്കൊരു വാദമുണ്ട്, അള്ളാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന അള്ളയൊന്നും അല്ല. ഇവിടേക്ക് ഞാൻ വിശദമായി വരുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, KV മുഹമ്മദ് മുസ്ലിയാരുടെ ബയാനുൽ ഖുർആൻ, അതിൽ നമുക്ക് കാണാം. ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന KV മുഹമ്മദ് മുസ്ലിയാരുടെ പരിഭാഷ പന്താവൂരിന്റെയാണ്. മാനസിക രോഗിയാണ് നിങ്ങളോട് പറയും. ഈ ബയാനുൽ ഖുർആൻ എന്ന് പറയുന്ന ഈ കാണുന്ന തഫ്സീറുണ്ടല്ലോ, ഈ തഫ്സീറിന് നിങ്ങൾ എഴുതിയ മദ്ഹ് എത്രയാന്നുള്ളത് നമ്മൾ അവിടെ കൊണ്ട് വായിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. മാനസിക രോഗിയുടെ തഫ്സീറെ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എപ്പോ മാനസിക രോഗം പിടിപെട്ട് ഇപ്പൊ അടുത്താന്നല്ല പറയണേ, അതിൻ്റെയൊക്കെ മുമ്പുള്ളതാണ് കേട്ടോ. എന്താ ഇത് പറയുന്നത്? മേൽ പറഞ്ഞ കാര്യം ഏത്? നമ്മൾ ഓതിയ സൂറത്ത് യൂനുസിലെ 31 ആയത്തുണ്ടല്ലോ, അതിന് വിശദീകരിച്ചുകൊണ്ട് പറയാണ്. അക്കാര്യം സമ്മതിക്കുന്നവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ. അതായത് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു. പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു. ഇതിലങ്ങനെയുള്ള കേട്ടോ, വിശ്വസിച്ചിരുന്നത് എന്നായിരിക്കും. കീഴ്ദൈവങ്ങളായി വിഗ്രഹങ്ങളെയും ആരാധിക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിലും അവർ വിശ്വസിച്ചു എന്നായി. ഇനി കേട്ടോ, ഒരൊറ്റ വാക്കും കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാം ആ കാര്യം. എന്താ പിന്നെ ഈ പുസ്തകം ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ പുസ്തകം, ഇതിന്റെ 8ാമത്തെ പേജിൽ നമുക്ക് 9ാമത്തെ പേജിൽ നമുക്ക് കാണാം. എന്താ പറയുന്നത്? അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. ആരെപ്പറ്റിയാ പറയുന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പുള്ള
ജാഹിലിയ അറബികൾ അല്ലാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല അല്ലാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു. അല്ലാഹു എന്ന ശക്തിയിൽ അവരും വിശ്വസിച്ചിട്ടുണ്ട്. ഇവര് പറഞ്ഞിട്ട് എത്തിയതെന്നറിയോ? ഇവരിപ്പോ പറഞ്ഞത് ഖുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്നാ എഴുതിയത്. ഖുറൈശികളിൽ ഏകദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അൽ-ഇർഫാദിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. എന്താണ് അതിൽ പറയുന്നത്? കേട്ടോളൂ. ഇനി ലക്കവും പേജൊന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവാതെ പോണ്ട. അൽ-ഇർഫാദ് മാസിക, അൽ-ഇർഫാദ് മാസികയുടെ മാർച്ച് ലക്കത്തിൽ പറയുന്നു. എന്താ പറയുന്നത്? ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. ഖുറൈശികളിൽ പലരും ആരായിരുന്നു? ഏകദൈവ വിശ്വാസികളായിരുന്നു. എന്താ ഇതിന്റെ അറബി? മുവഹിദുകളായിരുന്നു ഖുറൈശികളിൽ പലരും. എന്നിട്ടോ എന്തേ പിന്നെ അവർ കാഫിറാകാൻ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തത് കൊണ്ട് കാഫിറുകൾ തന്നെ ആയിത്തീരുകയായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കൂ എന്താ സംഭവിച്ചത്. ഖുറൈശികളിൽ പലരും ഏകദൈവ വിശ്വാസികളായിരുന്നു. പക്ഷേ പിന്നെ അവർ കാഫിറാകാൻ എന്താ കാരണം? അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം